ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ കുപ്പി വെച്ചിട്ടുള്ളൊരു ക്രാഫ്റ്റാണ് ചെയ്യാൻ പോകുന്നത്. ബോട്ടിൽ ആർട്ട് അല്ല കേട്ടോ, ചെറിയൊരു ലാൻഡേൺ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു പ്ലാസ്റ്റിക് ബോർഡിൽ ഇതുപോലത്തെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ പ്ലാസ്റ്റിക് ബോർഡിലില്ലെങ്കിൽ അതിന് പകരം ഇതുപോലത്തെ ഗ്ലാസ് ബോർഡിലാണെങ്കിലും മതി കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ റൗണ്ട് ഷേപ്പിലുള്ള ഒരു പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ അടപ്പാണ്. കുറച്ച് വലുപ്പത്തിലുള്ള ബോട്ടിലിൻ്റെ അടപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നമ്മുടെ ലാൻഡേൺ സ്റ്റാൻഡ് പോലെ ഒട്ടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വലുപ്പത്തിലുള്ള ഞാൻ എടുത്തത്. അതിനുശേഷം അതിനുള്ളിൽ വെക്കാനായിട്ട് ഞാൻ ഇതുപോലത്തെ ചെറിയൊരു ലൈറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ ചെറിയ ലൈറ്റ് ഉണ്ടെങ്കിൽ അതും കൂടെ അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കുവാണെങ്കിൽ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടാവും. അപ്പം ഞാൻ ഈ എടുത്തിരിക്കുന്ന ലൈറ്റ് ഈ അടപ്പിൻ്റെ മുകളിലേക്ക് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുവാണ്. ആ അടപ്പിൻ്റെ കറക്റ്റ് സെൻറ്ററിലായിട്ട് വേണം ഇത് ഒട്ടിച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ഒട്ടിച്ച് കൊടുക്കുന്നതിന് മുന്നേ ഞാൻ ആ അടപ്പിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ ഇതുപോലെ ആ ലൈറ്റിൻ്റെ വലുപ്പത്തിൽ ഒന്ന് റൗണ്ടിൽ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ സെൻറ്റർ ഭാഗം ഇതുപോലെ റൗണ്ടിൽ കുറച്ച് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എടുത്തിരിക്കുന്ന ആ ലൈറ്റ് ആ അടപ്പിൻ്റെ മുകളിലായിട്ട് നമുക്കിതുപോലെ കറക്റ്റ് സെൻറ്ററിൽ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. ഞാൻ എടുത്തിരിക്കുന്ന ലൈറ്റിൻ്റെ സ്വിച്ച് ആ ലൈറ്റിൻ്റെ അടിഭാഗത്തായിട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ എടുത്തിരിക്കുന്ന അടപ്പിൻ്റെ സെൻറ്ററിൽ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയത്. അപ്പോൾ നമുക്ക് ആ ലൈറ്റ് ഓൺ ചെയ്ത് കൊടുക്കാനായിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ഒട്ടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഇതുപോലത്തെ ഒരു റൗണ്ട് ഷേപ്പിലുള്ള അടപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതൊരു ഐസ്ക്രീം ബോട്ടിലിൻ്റെ അടപ്പായിരുന്നു. അപ്പോൾ അതിൻ്റെ സെൻറ്റർ ഭാഗം ഇതുപോലെ ഞാൻ റൗണ്ടിൽ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ. ഏറ്റവും സെൻറ്ററിൽ ഇതുപോലെ ചെറിയൊരു റൗണ്ട് ഷേപ്പിൽ ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അടപ്പ് നമ്മൾ ലൈറ്റ് ഒട്ടിച്ച് കൊടുത്ത അടപ്പിൻ്റെ മുകളിലേക്ക് കറക്റ്റ് സെൻറ്ററിലായിട്ട് ലൈറ്റ് വരുന്ന രീതിയിൽ ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കുക. ഇപ്പം നമ്മളിത് ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മൾ ആദ്യം ഇതുപോലത്തെ ബോട്ടിലിൻ്റെ അടപ്പുകളൊക്കെ ഒന്ന് വെച്ചിട്ട് ഒന്ന് അറേഞ്ച് ചെയ്ത് നോക്കുക. അതിന് ശേഷം ഓരോന്നോരോന്നായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് നമ്മൾ ആദ്യം എടുത്തിരുന്ന ആ പ്ലാസ്റ്റിക് ബോട്ടിലും കൂടെ ഇതുപോലെ അതിൻ്റെ മുകളിലായിട്ട് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. ഈ പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ മുകളിലായിട്ട് ഒട്ടിച്ച് കൊടുക്കാനായിട്ട് ഞാൻ ഇതുപോലത്തെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു പൈനാപ്പിൾ ജാമിൻ്റെ ചെറിയൊരു ടിന്ന് എടുത്തിട്ടുണ്ട്. അതിൻ്റെ അടപ്പൊന്നും മാറ്റിയിട്ടില്ല കേട്ടോ. ആ അടപ്പോട് കൂടിയാണ് ഞാൻ അതിൻ്റെ മുകളിലേക്ക് ഒട്ടിച്ച് കൊടുക്കുന്നത്. ഇതുപോലത്തെ ചെറിയ ടിന്നുകളൊക്കെ നമുക്ക് ഐസ്ക്രീം വാങ്ങുമ്പോഴും ചിലപ്പോഴൊക്കെ കിട്ടാറുണ്ട്. അപ്പോൾ ഐസ്ക്രീമിൻ്റെ ടിന്നാണെങ്കിലും ഇതേ രീതിയിൽ ഒട്ടിച്ച് കൊടുത്താലും മതി കേട്ടോ. നമുക്ക് ആ ഒരു ഷേപ്പൊക്കെ കിട്ടും. അങ്ങനെ ഞാനത് കറക്റ്റ് സെൻറ്ററിൽ വരുന്ന രീതിയിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ മുകളിലായിട്ട് ഞാൻ ഇതുപോലത്തെ റൗണ്ടിലുള്ള ചെറിയൊരു ക്യാപ്പും കൂടെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഐസ്ക്രീം ബോട്ടിലിൻ്റെ ക്യാപ്പാണ് കേട്ടോ. അത് ഇതുപോലെ കറക്റ്റ് സെൻറ്ററിലായിട്ട് അതിൻ്റെ മുകളിൽ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഏറ്റവും മുകളിൽ ഒട്ടിച്ച് കൊടുക്കാനായിട്ട് ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഇതുപോലത്തെ ചെറിയൊരു അടപ്പ് എടുത്തിട്ടുണ്ട്. ഇത് എന്തിൻ്റെയാണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഞാൻ എപ്പോഴും എടുത്തു വെച്ചതാണ്. അതിൻ്റെ സെൻറ്ററിൽ ഞാൻ ഇതുപോലെ ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അടിയിലായിട്ട് ഒട്ടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ അടപ്പും കൂടെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ സെൻറ്ററിലും കറക്റ്റ് ഇതുപോലെ ഒരു ചെറിയൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് രണ്ടും കൂടി ഒന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ആ ചെറിയ അടപ്പ് അടിയിൽ വരുന്ന രീതിയിൽ അതിൻ്റെ കറക്റ്റ് മുകളിലായിട്ട് ഇതുപോലെ ആ വലിയ അടപ്പും കൂടെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ രണ്ട് ഹോളും ഒരേ ലെവലിൽ വരുന്ന രീതിയിൽ വേണം ഒട്ടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ആ അടപ്പിനുള്ളിലെ ആ ഹോളിലൂടെ ഇതുപോലെ ഒരു കമ്പി കയറ്റി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിലെ ഭാഗം ഒന്ന് ടൈറ്റ് ചെയ്ത് നന്നായിട്ട് ആ കമ്പി ഊരിപ്പോരാത്ത രീതിയിൽ ഒന്ന് ടൈറ്റ് ചെയ്ത് ഒന്ന് കൊടുക്കുക. ഞാൻ അതൊന്ന് റൗണ്ടിൽ ടൈറ്റ് ചെയ്തിട്ട് ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഊരിപ്പോകാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് ഒട്ടിച്ചും കൂടെ കൊടുക്കുക. അതിനുശേഷം കമ്പിയുടെ മറ്റേ സൈഡ് ഇതുപോലെ വളച്ചെടുത്തിട്ട് അടപ്പിൻ്റെ മുകളിലായിട്ട് നന്നായിട്ടൊന്ന് ടൈറ്റിൽ ചുറ്റി കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് കമ്പിക്ക് പകരം വേണമെങ്കിൽ ചരട്, കട്ടിയുള്ള ചരടാണെങ്കിലും ഇതുപോലെ ഒന്ന് ഹോൾഡ് ചെയ്തിടാൻ പറ്റുന്ന രീതിയിൽ കെട്ടിക്കൊടുത്താലും മതി കേട്ടോ. ഇനി നമുക്ക് ഈ അടപ്പും കൂടി അതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് വരുന്ന രീതിയിൽ കറക്റ്റ് സെൻറ്ററിലായിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഒട്ടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കാർഡ്ബോർഡിൻ്റെ പീസ് ഇത് ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. രണ്ടും ഒരേ ഒരു വലുപ്പത്തിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ കാർഡ്ബോർഡിൻ്റെ പീസ് ഞാൻ ന്യൂസ് പേപ്പർ ഇതുപോലെ ചുറ്റിയിട്ട് അത് ഫുള്ളൊന്ന് കവർ ചെയ്ത് ഒന്ന് ഒട്ടിച്ചെടുക്കുകയാണ്. നിങ്ങൾക്ക് ന്യൂസ് പേപ്പറിന് പകരം വേണമെങ്കിൽ കട്ടിയുള്ള എന്തെങ്കിലും ചരടൊക്കെ ഉണ്ടെങ്കിൽ അത് വേണമെങ്കിലും ഇതുപോലെ ഫുള്ളായിട്ട് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ.
അങ്ങനെ ഞാൻ ആ കട്ട് ചെയ്തെടുത്ത 2 കാർഡ്ബോർഡ് പീസും ഇതുപോലെ ന്യൂസ് പേപ്പർ വെച്ചിട്ട് നന്നായിട്ട് ചുറ്റി ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കാർഡ്ബോർഡ് പീസും കൂടെ അതിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ 2 സൈഡിൽ വരുന്ന രീതിയിൽ ഇതേ രീതിയിൽ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ചെറിയൊരു അടപ്പും കൂടെ ഇതുപോലെ അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ ചെറിയ അടപ്പുണ്ടെങ്കിൽ ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം ഞാൻ ചെറിയൊരു കമ്പി എടുത്തിട്ട് ആ സെൻറ്ററിലെ ബോട്ടിലിന് പുറത്തൂടെ ഒന്ന് ചുറ്റി ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾ പഴയ റാന്തൽ വിളക്കൊക്കെ കണ്ടിട്ടില്ലേ? അപ്പം പഴയ മോഡലുള്ള റാന്തൽ വിളക്കിലൊക്കെ അതിൻ്റെ സെൻറ്ററിലായിട്ട് ഇതുപോലെ കമ്പിയൊക്കെ വളച്ചിട്ട് വെച്ചിരിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ കമ്പിയൊക്കെ വളച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ചെയ്തെടുക്കാം. കമ്പി ഒട്ടിക്കാതെ ഇതുപോലെ പ്ലെയിനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിലും വയ്ക്കാം. അതിനുശേഷം അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഞാൻ ഇതുപോലെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ചെറിയ ഗോൾഡൻ്റെ മുത്തും കൂടെ ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയൊരു ഡിസൈൻ പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഒരുപാട് അങ്ങ് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നില്ല, മുകൾ ഭാഗത്ത് മാത്രമേ ഞാൻ ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിലും ഇതുപോലെ ചെറിയ ഡിസൈനൊക്കെ പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ട് മുത്തൊക്കെ ഉണ്ടെങ്കിൽ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇത് ഫുള്ളൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. ഞാൻ ബ്ലാക്ക് കളറാണ് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ആ സെൻറ്ററിൽ ഒട്ടിച്ച് കൊടുത്ത് ആ ബോട്ടിൽ ഒഴിച്ചിട്ട് ബാക്കിയുള്ള ഭാഗത്ത് ഫുള്ളൊന്ന് നന്നായിട്ടൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുക. അങ്ങനെ ഞാനത് ഫുള്ള് പെയിൻറ്റ് ചെയ്ത് നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതേ രീതിയിൽ തന്നെ ഫുള്ള് ബ്ലാക്കായിട്ട് തന്നെ വേണമെങ്കിൽ ഇങ്ങനെ തന്നെ യൂസ് ചെയ്യാം കേട്ടോ. കുഴപ്പമൊന്നുമില്ല, അത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ചെയ്യാം. അതുമല്ലെങ്കിൽ അതിൻ്റെ പുറത്ത് എന്തെങ്കിലും കളറൊക്കെ വെച്ചിട്ട് നമുക്കൊന്നുകൂടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാൻ ആ ബ്ലാക്കിൻ്റെ മുകളിൽ ഓറഞ്ച് കളർ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓറഞ്ച് കൊടുത്ത് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ടൊരു എടുപ്പ് തോന്നിയില്ല. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന മെറ്റാലിക് കോപ്പർ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്തും കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ആദ്യത്തെക്കാളും കുറച്ചും കൂടെ ഒരു ബെറ്റർ ആയിട്ട് തോന്നി. മെറ്റാലിക് കോപ്പറിന് പകരം മെറ്റാലിക് ഗോൾഡ് വെച്ചിട്ടും ഇതുപോലെ ഹൈലൈറ്റ് ചെയ്തെടുത്ത് ഒരു ആൻറ്റിക് ലുക്കിലാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുത്താലും കാണാനായിട്ട് ഭംഗിയുണ്ടാവും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലെയിൻ ആയിട്ടുള്ളൊരു കളറാണ് ഇഷ്ടമെങ്കിൽ ആ രീതിയിൽ വേണമെങ്കിലും വയ്ക്കാം. അല്ലെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും കളറൊക്കെ വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്ത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ലാൻഡൈൻ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് എവിടെയെങ്കിലും തൂക്കിയൊക്കെ ഇടണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ടേബിളിലൊക്കെ വെക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും വെക്കാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുപോലെ നമ്മുടെ വീട്ടിലുള്ള ചെറിയ പ്ലാസ്റ്റിക് ബോട്ടിലും അല്ലെങ്കിൽ കുറച്ച് പ്ലാസ്റ്റിക് ബോട്ടിലിന് അടപ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ലാൻഡൈൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക. അപ്പോൾ ഇതുപോലത്തെ പുതിയൊരു ക്രാഫ്റ്റുമായിട്ട് ഇനി നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.